നിറവിലേക്ക് സ്വാഗതം. അളവില്ലാതെ സ്നേഹിക്കുക എന്ന ഒറ്റ അളവേ സ്നേഹത്തിനുള്ളൂ. വിശുദ്ധ സ്കൊളാസ്റ്റിക്കയുടെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ നിറവ് ആരംഭിക്കാം. കണ്ണു തുറന്നാൽ ഞാൻ കാണുന്നതേശുവേ നിൻ രൂപമായിരുന്നെങ്കിൽ, കാതുകൾ കേൾക്കാൻ കൊതിക്കുന്നതെല്ലാം നിൻ വചനങ്ങളായിരുന്നെങ്കിൽ, കണ്ണു തുറന്നാൽ ഞാൻ കാണുന്നതേശുവേ നിൻ രൂപമായിരുന്നെങ്കിൽ, കാതുകൾ കേൾക്കാൻ കൊതിക്കുന്നതെല്ലാം നിൻ വചനങ്ങളായിരുന്നെങ്കിൽ, യേശുവേ നാഥാ കനിയേണമേ, വരമാരി ചൊരിയേണമേ, യേശുവേ നാഥാ കനിയേണമേ, വരമാരി ചൊരിയേണമേ. നാവിൽ വിടരുന്ന വാക്കുകളേശുവേ പ്രാർത്ഥനയായിരുന്നെങ്കിൽ, നാവിൽ വിടരുന്ന വാക്കുകളേശുവേ പ്രാർത്ഥനയായിരുന്നെങ്കിൽ, സോദരർക്കായെൻ്റെ ജീവിതമെന്നാളും നൽകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, സോദരർക്കായെൻ്റെ ജീവിതമെന്നാളും നൽകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, യേശുവേ നാഥാ കനിയേണമേ, വരമാടി ചൊരിയേണമേ, യേശുവേ നാഥാ കനിയേണമേ, വരമാടി ചൊരിയേണമേ. കാലുകൾ തേടുന്ന പാതകളേശുവേ നിൻ വഴിയായിരുന്നെങ്കിൽ, കാലുകൾ തേടുന്ന പാതകളേശുവേ നിൻ വഴിയായിരുന്നെങ്കിൽ, ആണികളേറ്റ നിൻ കൈ പോലെ എൻ കൈകൾ സൗഖ്യം പകർന്നിരുന്നെങ്കിൽ, ആണികളേറ്റ നിൻ കൈ പോലെ എൻ കൈകൾ സൗഖ്യം പകർന്നിരുന്നെങ്കിൽ, കണ്ണു
തുറന്നാൽ ഞാൻ കാണുന്നതേശുവേ നിൻ രൂപമായിരുന്നെങ്കിൽ. കാതുകൾ കേൾക്കാൻ കൊതിക്കുന്നതെല്ലാം നിൻ വചനങ്ങളായിരുന്നെങ്കിൽ. യേശുവേ നാഥാ കനിയേണമേ, വരമാടി ചൊരിയണമേ. യേശുവേ നാഥാ കനിയേണമേ, വരമാടി ചൊരിയണമേ. കാത്തിരുന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ബ്രദർ സിജു ആലഞ്ചേരി നമ്മോട് സംസാരിക്കുന്നത്. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. സാറേ, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഒരു ഡിലേഡ് ബ്ലെസ്സിങ് ആണ് ഞങ്ങൾക്ക്. ഒരമ്മയുടെ ഫോൺ കോളാണ്. ഏക മകനാണ്, ഒറ്റ മകനാണ്. കല്യാണം കഴിഞ്ഞ് 6-7 വർഷത്തിന് ശേഷം കിട്ടിയ ഒരു നിധിയാണിത്. അതുകൊണ്ടാണ് 6ാം ക്ലാസ്സിലെ മകൻ എന്ന് വിശേഷിപ്പിച്ചിട്ട് ഡിലേഡ് ബ്ലെസ്സിങ്. ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നു. മരുന്ന് കഴിച്ചു, ഒരുപാട് പ്രാർത്ഥിച്ചു, ഒരുപാട് കരഞ്ഞു, ഒരുപാട് മെഡിക്കേഷൻ, ഒരുപാട് പ്രാർത്ഥന. അങ്ങനെ ദൈവം കല്യാണത്തിന് ശേഷം ഒരു 6-7 വർഷങ്ങൾക്ക് ശേഷം കൊടുത്ത കാത്തിരുന്ന് കിട്ടിയ ഒരു കൺമണിയാണ്. അവനിപ്പോൾ 6ാം ക്ലാസ്സിലായി. ഒരു ക്ലാസ്സിന് ശേഷം അമ്മ വിളിച്ച് സംസാരിച്ചത് 6ാം ക്ലാസ്സിലെ മകനെ പറ്റിയാണ്. ഇപ്പം എന്താണ് പ്രശ്നം? സാറേ, ഞങ്ങളുടെ കൂട്ടുകുടുംബമാണ്, ജോയിൻറ്റ് ഫാമിലിയാണ്. അതുകൊണ്ട് ഡിലേഡ് ബ്ലെസ്സിങ് ആയതുകൊണ്ട്, ഇതൊരു വലിയ നിധിയായിട്ട് കിട്ടിയതുകൊണ്ട്, ഒത്തിരി താമസിച്ച് കിട്ടിയതായതുകൊണ്ട് ഇവനെ ശരിക്കും ഒന്ന് വഴക്ക് പറയാനോ, ഇവനെ ഒന്ന് ദേഷ്യപ്പെടാനോ, ഇവനോട് ദേഷ്യപ്പെടാനോ, എന്തിനേറെ ഒന്ന് മുഖം കറുത്ത് അവനോടൊരു വാക്ക് സംസാരിക്കാനോ ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടിയിട്ടില്ല. കാരണം ഗ്രാൻഡ് പേരൻസ്, ജോയിൻറ്റ് ഫാമിലിയാണ്. മുത്തച്ഛനും മുത്തശ്ശിയും അപ്പനും അമ്മയും വല്യപ്പനും ഒക്കെയുള്ള ഒരു വലിയ ഫാമിലിയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും ഇങ്ങനെ ഒരു രാജകുമാരനെ പോലെ ഒരു വലിയ കുടുംബത്തിൻ്റെ വലിയൊരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട്, ഒരു ചൈൽഡ് സെൻറ്റേർഡ് ഫാമിലി ആയിട്ട് ഈ കുടുംബം മാറിയിരിക്കുക. സാർ, ഇപ്പോൾ ചെറിയ പ്രശ്നമുണ്ട്. എന്താണാവോ? എന്തെങ്കിലും കാര്യത്തിന് ഒന്ന് വഴക്ക് പറഞ്ഞ് ഒരു ചെറിയ കമ്പെടുത്ത് അവനെ ഒന്ന്, ഒരു ചെറിയ വടി, ഒരു ചെറിയ ചുള്ളിക്കമ്പെടുത്ത് അവനെ ഒന്ന് 2 കൊട്ട്, അടിയല്ല കേട്ടോ, 2 കൊട്ട് കൊട്ടിയാൽ ഈ വടി മേടിച്ച് 4 അടി എനിക്കിട്ടും തരും. ആ കമ്പ് 6ആയിട്ട് ഓടിച്ചും കളയും. പ്രിയപ്പെട്ടവർ, ഇതിന് പറയുന്ന പേരാണ് ചൈൽഡ് സെൻറ്റേർഡ് ഫാമിലി. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, വരദാനമാണ്. ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ, കുടുംബങ്ങൾ, നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ പ്രിയപ്പെട്ട മക്കളും, അതേത് പ്രായവും ആവട്ടെ, മക്കളുണ്ടോ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനമാണ്, ഏറ്റവും വലിയ സമ്മാനമാണ്. കാരണം മാതൃത്വം, പിതൃത്വം, ഈ ഒരു പേരൻറ്റ്ഹുഡ് ദൈവം നൽകിയിരിക്കുന്ന ഒരു വലിയ സമ്മാനമാണ്. ഇനി എന്നെ ശ്രവിക്കുന്ന ആർക്കെങ്കിലും ആ ഒരു ഭാഗ്യത്തിലേക്ക്, സൗഭാഗ്യത്തിലേക്ക് ഇപ്പോൾ വരാൻ പറ്റിയില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, കാത്തിരിക്കുക. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. 7 വർഷമോ 8 വർഷമോ 18 വർഷം കാത്തിരുന്നിട്ട് മക്കളെ കിട്ടിയ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് എനിക്കുണ്ട്. പ്രിയപ്പെട്ട മാത്തച്ഛനും പ്രിയപ്പെട്ട റോസലിൻ ചേച്ചിയും, മാത്തച്ചായനും റോസലിൻ ചേച്ചിയും. ഈ ഡിലേഡ് ബ്ലെസ്സിങ്സ് ഒക്കെ ഡിലൈറ്റ്ഫുൾ ആകട്ടോ. അവർക്ക് 17-18 വർഷം കാത്തിരിക്കേണ്ടി വന്നു. പക്ഷെ കൊടുത്തപ്പോൾ അനുഗ്രഹങ്ങളെല്ലാം വാരിക്കോരിയാണ് കൊടുത്തത്. ഇപ്പോൾ അവർക്ക് 3 മക്കളുണ്ട്. അതിലേറ്റവും സന്തോഷം, അതിലൊരു മകളെ ആദ്യമായിട്ട് ഡിലേഡ് ആയിട്ട് കിട്ടിയ ബ്ലെസ്സിങ്ങിനെ, ഡിലൈറ്റ്ഫുള്ളായ പ്രിയപ്പെട്ട മകളെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കൽ എടുത്ത് ഇങ്ങനെ അവർ റോം വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ, വറ്റിക്കാൻ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ ആ ഒരു പരിശുദ്ധ പിതാവിൻ്റെ ആ ഒരു സാന്നിധ്യം, ആ ഒരു ഓഡിയൻസിൽ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ പാപ്പ പറഞ്ഞു, വണ്ടി നിർത്ത്, ആ കുഞ്ഞിനെ തരിക. അങ്ങനെ ഈ പ്രിയപ്പെട്ട മകളെ ലോകത്തിൻ്റെ നെറുകയിൽ എടുത്തുയർത്തി ശാലോം, ദൈവത്തിൻ്റെ സമാധാനം ആശംസിച്ച ആ ഒരു സംഭവം ഞാനിപ്പോൾ സാന്ദർഭികമായിട്ട് ഓർക്കുകയാണ്. ഡിലേഡ് ബ്ലെസ്സിങ്സ് പലപ്പോഴും ഡിലൈറ്റ്ഫുള്ളാണ്. കാത്തിരിക്കണം. അതുകൊണ്ട് വീണ്ടും ഓർപ്പിക്കുന്നു,
കല്യാണം കഴിഞ്ഞ് 2 വർഷം, 4 വർഷം, 5 വർഷം, 10 വർഷം, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. കാത്തിരിക്കണം. ആ ഒരു ഡിലൈഡ് ബ്ലെസ്സിങ് ഏറ്റവും സന്തോഷകരമായിട്ട് നിങ്ങൾ ഏറ്റുവാങ്ങണം, നിങ്ങൾ സ്വീകരിക്കണം. അത് നിങ്ങൾക്ക് സാധിക്കും. ഇത് കർത്താവിലുള്ള ഉറപ്പാണ്. മക്കൾ കുടുംബത്തിൻ്റെ ഉറപ്പാണ്, സമ്പത്താണ്, സമ്മാനമാണ്. പക്ഷേ മക്കൾ ഭരിക്കുന്ന ഒരു കുടുംബമായിട്ട് മാറരുത്. ഇതാണ് ചൈൽഡ് സെൻറ്റേർഡ് ഫാമിലി. മക്കൾ ഭരിക്കരുത്. ചെറിയ പ്രായത്തിൽ അപ്പൻ്റെ അമ്മയുടെയും തീരുമാനങ്ങൾ മക്കൾ എടുക്കരുത്. ഇത് ചൈൽഡ് സെൻറ്റേർഡ് ഫാമിലിയാണ്. ഇന്ന് പലപ്പോഴും മാതാപിതാക്കന്മാർ പറയുന്ന കാര്യം ഈ ഒരു കേസ് തന്നെ. ഒന്ന് വഴക്ക് പറയാൻ, ഒന്ന് തല്ലാൻ, ഒന്ന് അടിക്കാൻ. ദൈവത്തിൻ്റെ വചനം പറയുന്നില്ലേ, വടി കൊണ്ട് അടിച്ചു എന്ന് കരുതി മക്കളാരും മരിച്ചു പോകില്ല. മക്കളെ കറക്റ്റ് ചെയ്യണം. കാരണം കറക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മറുപേരാണ് അഫെക്ഷൻ. നമ്മൾ സ്നേഹിക്കുന്നത് കൊണ്ടാണ് മക്കളെ വഴക്ക് പറയുക, കറക്റ്റ് ചെയ്യുക. അത് സ്നേഹത്തിൻ്റെ ഒരു മറുപേരാണ്. അതുകൊണ്ട് ഇതുപോലെ പാമ്പേർഡായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ച 2 വാക്കുകൾ ഇതാണ്. പാമ്പറിങ്ങുമുണ്ട്, പ്രൊട്ടക്ഷനുമുണ്ട്. 2 വാക്കുകൾക്കും ഇന്ന് ഒരുപാട് സ്വാധീനമുണ്ട്. ഒരുപക്ഷെ പല കുടുംബങ്ങളിലും ഇന്നുണ്ടാകുന്ന, അറിയാതെയാണെങ്കിലും സംഭവിക്കുന്ന ഒരു കാര്യം ഈ പാമ്പറിങ് ആണ്. പ്രിയപ്പെട്ട എന്നെ ശ്രവിക്കുന്ന കുടുംബങ്ങൾ, മാതാപിതാക്കന്മാർ, മക്കൾ പാമ്പേർഡായിട്ട് പാമ്പറിങ്ങിൽ, എന്താണ് പാമ്പറിങ് എന്ന് പറയുന്ന വാക്കിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മലയാള പദം പൊതിഞ്ഞു പിടിക്കുക എന്നുള്ളതാണ്. അമിതമായി വാത്സല്യം കൊടുക്കുക, അമിതമായി ലാളനം കൊടുക്കുക. അത് അപകടമാണ് പ്രിയപ്പെട്ടവരെ. മക്കൾക്ക് ലാളനം കൊടുക്കണം. സ്നേഹത്തിലാണ് ഓരോ കുഞ്ഞും ജനിക്കേണ്ടത്. അതുകൊണ്ടല്ലേ പറയുക, കത്തോലിക്ക സഭയുടെ പ്രബോധനമനുസരിച്ച് മക്കൾ ഉണ്ടാവേണ്ടത് ഉദരത്തിലല്ല, മറിച്ച് ആത്മാവിലാണ്. ജഡത്തിലല്ല, ശരീരത്തിലല്ല, മറിച്ച് ആത്മാവിലാണ്. ഈ ആത്മാവിന് മനസ്സിലാകുന്ന ഭാഷ സ്നേഹമാണ്, ആനന്ദമാണ്, സമാധാനം, സന്തോഷം. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും അതിൽ നിറഞ്ഞു കവിഞ്ഞാണ് ഓരോ കുഞ്ഞും കുടുംബത്തിലേക്ക് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് സ്നേഹിക്കണം, ലാളിക്കണം, ബഹുമാനിക്കണം, മാനിക്കണം, വാത്സല്യം കൊടുത്തേ പറ്റൂ, കെട്ടിപ്പിടിക്കണം, പോസിറ്റീവായ സ്പർശനങ്ങൾ കൊടുക്കണം. പക്ഷേ അവർ പൊതിഞ്ഞു വെച്ച് പാമ്പേർഡായി അമിതമായി വാത്സല്യം, അമിതമായി ലാളനം അവരെ ഒരിക്കലും നമ്മൾ നശിപ്പിച്ചു കളയരുത്, അഥവാ ചെയ്യിച്ചു കളയരുത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒത്തിരി പൊതിഞ്ഞു വെച്ചാൽ പച്ചക്കറികൾ പോലും, പഴങ്ങൾ പോലും ചീഞ്ഞു പോകും. ശരിയല്ലേ? മാമ്പഴക്കാലം ചിന്തിച്ച് നോക്കിക്കേ. സുലഭമായിട്ട് മാമ്പഴം കിട്ടുന്ന ഒരു കാലം. നമ്മുടെ പറമ്പിലെ തൊടിയിലെ ഒരു 100 മാങ്ങ, നിങ്ങൾ പാകമായ 100 മാങ്ങ പറിച്ചു വെച്ച് പേപ്പറിൽ പൊതിഞ്ഞു വെക്കുന്നു. പേപ്പറിൽ പൊതിഞ്ഞു വെച്ചാൽ പെട്ടെന്ന് പഴുക്കാൻ എളുപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അത് എന്തുമാവട്ടെ, ഒരു 100 മാങ്ങ നിങ്ങളിങ്ങനെ പറിച്ച് പേപ്പറിൽ പൊതിഞ്ഞു വെച്ചു എന്നങ്ങ് സങ്കല്പിക്കുക. പഴുക്കാൻ വേണ്ടിയാണ്. പക്ഷെ മറന്നുപോയി. 2 മാസം കഴിഞ്ഞിട്ടും എടുക്കാൻ മറന്നുപോയി. പ്രിയപ്പെട്ടവർ, എന്ത് സംഭവിക്കും? ഈ 2 മാസം കഴിഞ്ഞ് ഈ പൊതി അഴിക്കുമ്പോൾ പുഴുവരിച്ച ചീഞ്ഞുപോയ മാങ്ങയാണ് കിട്ടുക. മാമ്പഴം മാത്രമല്ല, മക്കളും ഒരുപാട് പൊതിഞ്ഞു വെച്ചാൽ ചീഞ്ഞു പോകും. ഇതിന് പറയുന്ന സൈക്കോളജിയാണ് പാമ്പറിങ്. പൊതിഞ്ഞു വെക്കരുത്. അവരെ പ്രൊട്ടക്ഷൻ കൊടുക്കണം. എന്താണ് പ്രൊട്ടക്ഷൻ? നമ്മുടെ കുഞ്ഞുങ്ങൾ വീടിനകത്തും പുറത്തും സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തുക അതൊരു വലിയ നിർബന്ധമാണ്, പ്രത്യേകിച്ചും ഈ കാലഘട്ടങ്ങളിൽ. വിശുദ്ധനായ ചാവറപ്പിതാവ് 150 വർഷങ്ങൾക്ക് മുൻപ് ആ നല്ല അപ്പൻ കുടുംബങ്ങൾക്ക് ഒരു വലിയ കത്തെഴുതി. നല്ല അപ്പൻ്റെ ചാവരുൾ നമുക്കെല്ലാം അറിയാം. ആ പിതാവ്, വന്ധ്യപിതാവ് മാതാപിതാക്കന്മാരോട് കുടുംബങ്ങൾക്ക് എഴുതിയ ആ കത്തിൽ ഒരു പ്രധാനപ്പെട്ട കൽപ്പനയുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നമ്മുടെ പല മക്കളും ഇന്ന് വിശുദ്ധരായിട്ടാണ്, മാലാഖമാരെ പോലെയാണ് അമ്മ വീട്ടിലേക്കും അപ്പൻ വീട്ടിലേക്കും പോവുക. പക്ഷേ മടങ്ങി വരുമ്പോൾ അവർ പിശാചുക്കളായിട്ട് മാറുന്നുണ്ട്. ഏതാണ്ട് ഈ കാലഘട്ടത്തിൽ ഒരുപാട് നേർക്കാഴ്ചകളുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മക്കൾ വീട്ടിലാണെങ്കിലും, അപ്പൻ്റെ വീട്ടിൽ പോയാലും, അമ്മയുടെ വീട്ടിൽ പോയാലും, കസിൻസിൻ്റെ വീട്ടിൽ പോയാലും, കസിൻസ് വീട്ടിലേക്ക് വന്നാലും, അവർ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും, ഫ്രണ്ട്സ് അവരുടെ കൂടെ ആണെങ്കിലും, വീടിനകത്തും പുറത്തും നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ സുരക്ഷിതരാണെന്ന് ഉറപ്പ് വരുത്തിയേ പറ്റൂ. അത് യോഗ ക്ലാസ്സിന് പോയാലും, മ്യൂസിക് ക്ലാസ്സിന് പോയാലും,
അത് പാട്ട് പഠിക്കാൻ പോയാലും, മതപഠന ക്ലാസ്സിൽ പോയാലും, അത് എൻട്രൻസ് കോച്ചിങ്ങിന് പോയാലും, അത് സ്കേറ്റിങ്ങിന് പോയാലും, അത് സൈക്ലിങ്ങിന് പോയാലും, അത് മറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് എവിടെ പോയാലും അകത്തും പുറത്തുമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ സുരക്ഷിതരാണെന്ന് ഉറപ്പ് വരുത്തിയേ പറ്റൂ. ഇത് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ നിധിയാണ്, പൊട്ടിച്ചു കളയരുത്. പക്ഷേ പാമ്പറിങ് ഒരിക്കലും പാടില്ല. പ്രൊട്ടക്ഷനാണ് വേണ്ടത്. അവർ സുരക്ഷിതരായിരിക്കണം, നമ്മളത് ഉറപ്പുവരുത്തണം. ഇനി ഒരു കാര്യം കൂടി, ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങൾ, മാതാപിതാക്കന്മാർ, മക്കളൊക്കെ അറിഞ്ഞുകൊള്ളുക, പെൺകുഞ്ഞുങ്ങളെക്കായാലും ലൈംഗികമായിട്ട് പോലും ആൺകുഞ്ഞുങ്ങൾ ഒരുപാട് സെക്ഷുവലി അബ്യൂസ്ഡ് ആകുന്ന കാലഘട്ടമാണ്. ഒരുപാട് കഴുകൻ കണ്ണുകൾ നമ്മുടെ ചുറ്റുവട്ടമുണ്ട്. ഒരുപാട് സാഡിസ്റ്റുകൾ നമ്മുടെ ചുറ്റുവട്ടമുണ്ട്. അതുകൊണ്ട് ഈ സാഡിസ്റ്റുകളും കഴുകൻ കണ്ണുകളും നമ്മുടെ കുഞ്ഞുങ്ങളുടെ നേരെ അവർ തിരിയുന്നില്ല എന്നുറപ്പ് വരുത്തുക നമ്മൾ കുടുംബത്തിൻ്റെ മാതാപിതാക്കന്മാരുടെ ഒരു വലിയ ദൗത്യമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. അറ്റ് ദ സെയിം ടൈം അവരെ ഇങ്ങനെ പൊതിഞ്ഞു വെച്ച് ചീയിച്ചു കളയരുത്. ഇന്ന് പല മാതാപിതാക്കന്മാരും പറയുന്നൊരു കാര്യമുണ്ട്, സാറേ ഞങ്ങൾ കുഞ്ഞിനെ മക്കളെ ഒന്നും അറിയിക്കാതെയാണ് വളർത്തുക. ഒരു വലിയ പ്രശ്നമാണ്. അറിയിച്ചു വളർത്തണം. എന്തറിയിക്കണം? അറിയേണ്ടതൊക്കെ അറിയിക്കണം. 5ാം ക്ലാസ്സിലെ പെൺകുട്ടി 6ാം ക്ലാസ്സിലെ ചെറുക്കൻ അറിയേണ്ട കാര്യമല്ല 8ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും അറിയേണ്ടത്. അവൻ്റെ പ്രായമനുസരിച്ച്, അവൻ്റെ മെച്യൂരിറ്റി അനുസരിച്ച് അവൻ അറിയേണ്ട, അവൻ കേൾക്കേണ്ട കാര്യങ്ങളൊക്കെ കുടുംബത്തിൻ്റെ മാതാപിതാക്കന്മാരുടെ ചില സങ്കടങ്ങൾ, അവരുടെ ചില യാഥാർത്ഥ്യങ്ങൾ, അവരുടെ ചില സന്തോഷങ്ങൾ, അവർ കടന്നു പോകുന്ന ചില സംഘർഷങ്ങൾ, മരുഭൂമി അനുഭവങ്ങൾ, അവരുടെ ചില എക്സ്പെക്റ്റേഷൻസ്, പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ, ഇതെല്ലാം മക്കൾ അറിയേണ്ട പ്രായത്തിൽ അറിഞ്ഞു വളർന്നാൽ പ്രിയപ്പെട്ടവരെ, അവരെ വിളിക്കുന്ന ഒരു മറുപേരാണ് തീയിൽ കുരുത്ത മക്കൾ. ശരിയല്ലേ? നമുക്കെല്ലാം അറിയാം, തീയിൽ കുരുത്ത മക്കളൊന്നും വെയിലത്ത് വാടില്ല. അല്ലാതെ ഒന്നും അറിയാതെ പാമ്പേർഡായിട്ട് വളർന്നു വരുന്ന മക്കളൊക്കെ വലിയ ബലൂൺ പോലെ വീർക്കും. പക്ഷേ ചെറിയ സ്ട്രെസ്സാകുന്ന, ചെറിയ പ്രശ്നങ്ങളാകുന്ന മുട്ടുസൂചിയുടെ തുമ്പിൽ അവരൊക്കെ ടപ്പയെന്ന് പൊട്ടിപ്പോകും. നമ്മൾ വായിച്ചില്ലേ, ഇടുക്കിയിൽ 2 കൊച്ചുമക്കൾ, എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ് 7ാം ക്ലാസ് ആ പ്രായത്തിലാണ്. എത്ര മനോഹരമായ, എന്തുമാത്രം സ്വപ്നം കണ്ട് നടക്കേണ്ട പ്രായമാണല്ലേ. മൊബൈൽ ഫോൺ നിർത്തടാ, എടാ കൊച്ചെ കളി നിർത്തടാ, നിന്റെ ഓൺലൈൻ ഗെയിം ഒന്ന് അവസാനിപ്പിച്ച് കുറച്ച് പഠിക്കടാ, ഇത്രയും മണിക്കൂറായില്ലേ, ഒന്ന് നീ കുറച്ചൊന്ന് കൺട്രോൾഡ് ആവും, നീ ആ മൊബൈൽ ഫോൺ നിർത്ത് എന്ന് പറഞ്ഞത് താങ്ങാൻ പറ്റിയില്ല. അമ്മ വഴക്ക് പറഞ്ഞു അത്രേ, അമ്മ വഴക്ക് പറഞ്ഞു, ഫോൺ നിർത്താൻ പറഞ്ഞത് അവന് താങ്ങാൻ പറ്റിയില്ല. അവനെ കണ്ട ഏക ആശ്രയം ആത്മഹത്യ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ സങ്കടകരമായ സത്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ സ്ട്രെസ് പോലും താങ്ങാൻ പറ്റുന്നില്ല. അവർക്കിങ്ങനെ പാമ്പേർഡായിട്ട് വളരുകയാണ്. ഇനി പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ, ചില അമ്മമാരൊക്കെ പറയുന്ന സങ്കടകരമായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അവർ പറയുമ്പോൾ എന്തോ വലിയ വീരവാദം പോലെയാണ്, വലിയ അഭിമാനം പോലെയാണ്. സാറേ മോൾ 10ാം ക്ലാസ്സിലായി കേട്ടോ, നല്ല കാര്യം. സാറേ പഠിക്കാൻ പഠിക്കുക കേട്ടോ, വളരെ നല്ല കാര്യം. സാറേ അതുകൊണ്ട് ഈ വർഷം ഞാൻ അവളെ പാത്രം പോലും കഴിക്കാറില്ല. അവിടെ പോയി പഠിക്കണം, പരീക്ഷയിലുണ്ടാവണം, A+ വേണം, മിടുക്കിയാവണം. പക്ഷേ അതൊന്നും പാത്രം കഴുകാനോ അവളുടെ വസ്ത്രം കഴുകാനോ ഒരു തടസ്സമായിട്ട് മാറിയാൽ പ്രിയപ്പെട്ട അമ്മേ, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ഒരു 10-15 വർഷം കഴിയുമ്പോൾ തകർന്ന ഒരു കുടുംബത്തിലേക്ക്, ഡിവോഴ്സ് എന്ന് പറയുന്ന ബ്രോക്കൺനെസ്സിലേക്ക് നമ്മൾ അറിയാതെയാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ പരിശീലിപ്പിക്കുകയാണ്. അവൾക്ക് പരീക്ഷയിൽ മാർക്ക് കിട്ടും, വലിയ ജോലി കിട്ടും, വലിയ സാലറി കിട്ടും. പക്ഷേ കുടുംബജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, ബന്ധങ്ങളിൽ അവൾ ഒരു വലിയ പരാജയമായിരിക്കും. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ 8 നിലയിൽ പൊട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, റെസ്പോൺസിബിലിറ്റിയിൽ ചെറിയ പ്രായത്തിൽ അവർക്ക് റെസ്പോൺസിബിലിറ്റി കൊടുക്കണം. ചെറിയ പ്രായത്തിൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ, അപ്പൻ്റെ കണ്ണുനീര്, അമ്മയുടെ കണ്ണുനീര് കണ്ടു വളരണം. അമ്മയുടെ പ്രാർത്ഥന, അപ്പൻ്റെ പ്രാർത്ഥന, അപ്പൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ള, അമ്മയുടെ കുടുംബത്തിന് വേണ്ടിയുള്ള കണ്ണുനീരും സഹനങ്ങളും, ഈ മക്കളെക്കുറിച്ചുള്ള പ്രതീക്ഷകളും മക്കളെക്കുറിച്ചുള്ള പ്രാർത്ഥനകളുമൊക്കെ കണ്ട് കേട്ട് വളരെ റിയലിസ്റ്റിക്കായിട്ട് നമ്മുടെ മക്കളൊക്കെ വളർന്നു വന്നാൽ അത് അവർക്കും ഗുണമാണ്, കുടുംബത്തിനും ഒരു വലിയ അനുഗ്രഹമാണ്. മാമ്പഴം പോലെ മക്കളെ ചീച്ചു കളയരുത്. ഒരുപാടിങ്ങനെ പൊതിഞ്ഞു വച്ചാൽ, ഒരുപാടിങ്ങനെ അമിതമായി വാത്സല്യം, ലാളനം കൊടുത്താൽ മക്കൾക്കൊരിക്കലും വളരാൻ പറ്റില്ല.
മക്കൾക്കൊരിക്കലും ദൈവം കൊടുത്തിരിക്കുന്ന ആ കഴിവ്, താലന്തുകൾ വികസിപ്പിക്കാനോ കാണാനോ അത് ലോകത്തിന് ഒരു അനുഗ്രഹമായിട്ട് പ്രദാനം ചെയ്യാനോ മക്കൾക്ക് പറ്റില്ല. അതുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുക, കൂട്ടാവുക, പക്ഷേ റെസ്പോൺസിബിലിറ്റിയിൽ ഓരോ പ്രായത്തിനും അനുസരിച്ചുള്ള ആ ഒരു പക്വതയിലേക്ക് വളരുവാൻ നമുക്ക് അവസരങ്ങൾ കൊടുക്കണം. അങ്ങനെ അവർ വളരുന്നു എന്ന് ഉറപ്പ് വരുത്തുക. അത് ഓരോ കുടുംബത്തിൻ്റെയും മാതാപിതാക്കന്മാരുടെയും പ്രത്യേക ദൗത്യമാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ അതൊരു വെല്ലുവിളിയാണ്. അതൊരു പോസിറ്റീവ് ചലഞ്ചായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും മക്കളെയും ഒക്കെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഹാവ് എ ഗ്രേറ്റ് ടൈം. ജിൻസി ജോയ് ആലപിക്കുന്ന എൻ്റെ ദൈവം എന്ന് തുടങ്ങുന്ന ഗാനമാണ് അടുത്തത്. ആസ്വദിക്കാം. സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. മാതാപിതാക്കളും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. മാതാപിതാക്കളും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. ആരും സഹായമില്ലെല്ലാവരും ആരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും ആരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു.
വിശുദ്ധ സ്കൊളാസ്റ്റിക്കയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അളവില്ലാതെ സ്നേഹിക്കുക എന്ന ഒറ്റ അളവേ സ്നേഹത്തിനുള്ളൂ. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. അടുത്ത ദിവസം വീണ്ടും കാണുന്നത് വരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കണ്ണു തുറന്നാൽ ഞാൻ കാണുന്നതേശുവേ നിൻ രൂപമായിരുന്നെങ്കിൽ, കാതുകൾ കേൾക്കാൻ കൊതിക്കുന്നതെല്ലാം നിൻ വചനങ്ങളായിരുന്നെങ്കിൽ, കണ്ണു തുറന്നാൽ ഞാൻ കാണുന്നതേശുവേ നിൻ രൂപമായിരുന്നെങ്കിൽ, കാതുകൾ കേൾക്കാൻ കൊതിക്കുന്നതെല്ലാം നിൻ വചനങ്ങളായിരുന്നു.